എന്റെ മോൾ അടിച്ചത് തെറ്റാണ്, പക്ഷെ അവൻ ചെയ്തതും തെറ്റ് തന്നെയല്ലേ? ആ, തെറ്റ് തന്നെയാണ് ചിന്നയ്യ. ഞാനും അവനോട് അതാണ് ചോദിച്ചത്. എന്നോട് അവൻ ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കണമെന്ന്. മാസം 1,00,000 രൂപ സമ്പാദിക്കുന്നുണ്ട്. അമ്മയുടെ അച്ഛന്റെ സ്നേഹം അറിയാത്ത പയ്യനാ. അവനെല്ലാം ഞാനാ. ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടല്ല വന്നത്, ഇവന്റെ കുടുംബത്തിലെ ഒരു കാരണവരായിട്ടാണ്. നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ. അവളെ പറഞ്ഞയക്കണമെങ്കിൽ നിങ്ങളുടെ മോൾ ഒരു സ്വർണമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വർണമാണെങ്കിൽ അകത്ത് വെക്കണം, അപ്പൊ സുരക്ഷിത കിട്ടും. കല്യാണമായ പെണ്ണിനെ വീട്ടിൽ വയ്ക്കും തോറും ഭാരം കൂടത്തേ ഉള്ളൂ. അദ്ദേഹത്തിന് സിഗരറ്റ് വലിയും വെള്ളമടിയും ഉണ്ട്. നിർത്തി. കല്യാണം കഴിഞ്ഞ നിർത്തിക്കോളാം. അവന്റെ ഒരു പെർഫോമൻസ് വിശ്വസിക്കുന്നില്ലേ? പ്രോമിസ് ആയിട്ടും. ഇതിനേക്കാളും വലിയൊരു വാക്ക് എനിക്ക് പറയാൻ അറിയില്ല. അകത്തേക്ക് വാ സുന്ദരി. നിങ്ങളുടെ ഇത്രയും വലിയ വീടാണോ? നിങ്ങളുടെ അല്ല, നമ്മുടെ. വാ നടക്ക്. ശരി, താഴത്തെ റൂമിൽ നീ ഫ്രഷ് ആയിക്കോ. മുകളിൽ വേറൊരു റൂമുണ്ട്, ഞാൻ അവിടെ പോയി ഫ്രഷ് ആവാം. ഫസ്റ്റ് നൈറ്റിന്റെ ടെൻഷനാണോ? സത്യത്തിൽ എനിക്കും ഇത് പുതിയതാണ്. എന്തായാലും എന്തെങ്കിലും ഇത് സംഭവിക്കേണ്ടതല്ലേ? എന്താ ചെയ്തത്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. പേടിയാവുന്നു. വാ സുന്ദരി, വാ, പേടിക്കണ്ട. ഇവിടെ വന്നിരിക്കെ. ഇരിക്ക്.
സുന്ദരി, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നീ നിന്റെ സന്തോഷവും ദുഃഖവും എല്ലാം തന്നെ അച്ഛനുമായിട്ട് മാത്രമേ ഷെയർ ചെയ്ത് കാണൂ. അതുകൊണ്ട് നിന്റെ ഈ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹാ, ധൃതിയൊന്നുമില്ല. നടക്കേണ്ട സമയത്ത് എല്ലാം അതുപോലെ നടന്നോളും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സമാധാനമായിട്ട് കിടന്നോളൂ. ഞാന് അപ്പുറത്തെ മുറി പോയി കിടന്നോളാം. ടവൽ ടവൽ. ഗുഡ് നൈറ്റ് സുന്ദരി. സുന്ദരി, ടിഫിൻ എടുത്തു വെക്ക്. സുന്ദരി, സുന്ദരി. ഓ, കുളിക്കുകയാണല്ലേ. സുന്ദരി, സുന്ദരി. ഇവളിതെവിടെ പോയി? സുന്ദരി, സുന്ദരി, സുന്ദരി. എവിടെ പോയതായിരിക്കും? രാത്രി പേടിയാവുന്നു പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ച് പോയി കാണോ? സുന്ദരി, 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 സുന്ദരി. സുന്ദരി, സുന്ദരി. ഇവിടെ എന്ത് ചെയ്യോ സുന്ദരി? എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്നെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടേക്ക്. സുന്ദരി, കല്യാണം കഴിഞ്ഞ എല്ലാ പെണ്ണുങ്ങൾക്കും അടുത്ത ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്ന് വെച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ എങ്ങനെ കുടുംബജീവിതം ഉണ്ടാകും? ഇത്രയും ജനങ്ങൾ എങ്ങനെ ഉണ്ടാവും? വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കണ്ട. വാ, വീട്ടിലേക്ക് പോവാം. വാടാ, വാ. ഞാനല്ലേ വിളിക്കുന്നത്. ഹേയ്. ഹായ് അനിത. ഹായ് പ്രഭു. എന്താ നിന്റെ കല്യാണം അറിയാൻ ഇൻസ്റ്റയിൽ നോക്കണോ? പറഞ്ഞാ ഞങ്ങൾ കൂടെ വരില്ലായിരുന്നോ? എന്താ ഞങ്ങളെ മറന്നോ? അല്ല അനിത, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇതെന്റെ വൈഫ് സുന്ദരി. ആ, കണ്ടിരുന്നു. ഫോട്ടോസിൽ വളരെ നന്നായിരുന്നു. അവൾക്ക് ഈ ലൊക്കാലിറ്റി പുതിയതാണ്, അതുകൊണ്ട് പേടിയാവുന്നു. വിരോധമില്ലെങ്കിൽ അവൾക്കൊരു കമ്പനി കൊടുക്കാവോ? യാ, നോ പ്രോബ്ലം. സമാധാനായി. താങ്ക് യു അനിത. ഏയ്, ഇറ്റ്സ് ഓക്കേ. യോഗി ഇല്ലേ വീട്ടില്? യോഗി കുളിച്ചോണ്ടിരിക്കാ. ആ, ഓക്കെ. ശരി, ഈവനിങ് വേഗം വരാട്ടോ. പേടിക്കണ്ട, സേഫ് ആയിട്ടിരുന്നു. വാ സുന്ദരി. സുന്ദരി, ഇതും നിന്റെ വീടാണെന്ന് കരുതി ഫ്രീ ആയിട്ടിരിക്കെ. വാ, ഇരിക്കെ. എന്താ വേണ്ടത്? ചായ, കോഫി, ജ്യൂസ്? ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? സുന്ദരി, സുന്ദരി, എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നും വേണ്ട. ഓക്കെ, ഓഫീസിലേക്ക് ഒരു മെയിൽ അയച്ചിട്ട് വരാം. നീ ഇവിടെ ഇരിക്കെ. ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ഹലോ, ആ പറഞ്ഞോ. എന്താടാ, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ്? ഇതെന്താ സിനിമയാണോ എല്ലാം തുറന്നു പറയാൻ? സിനിമ തന്നെയല്ലേ? എന്റെ 3 ഷോസ് കഴിഞ്ഞു. എടി, നീ ഒരു പെണ്ണല്ലേ? ഫ്രണ്ട് ആണെങ്കിലും ഒരു ആണിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കാവോ? ഹെടാ, ഫ്രണ്ട് എന്ന് വെച്ചാലേ ആണായാലും പെണ്ണായാലും ഒന്ന് തന്നെയാ. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, അത് പോട്ടെ. എത്ര ഷോസ് കഴിഞ്ഞു? ഓടി ഓടി 2 ഷോ ഓടിയിട്ടുണ്ട്. ശരിയടി, ഞാൻ വെക്ക. കല്യാണമായ ഒരു പയ്യൻ നുണ പറയുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. ഹലോ, ആരാ? അനിതേ, അനിതേ. ആ, ദാ വരുന്നു.
ഇതെന്തെങ്കിലും എക്സ്പോസ്ഡ് ആയിട്ട് അകത്തേച്ചല്ലേ? എന്റെ കാര്യം ഇവിടെ ഇതാരാ? അവൾ നമ്മുടെ പ്രഭുവിന്റെ വൈഫ് സുന്ദരി. ഹോ, 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 ഹോ. ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. വളരെ നന്നായിരിക്കുന്നു. ഹേ സുന്ദരി, യു സോ ബ്യൂട്ടിഫുൾ. കോംപ്ലിമെന്റ് ഒക്കെ മതി, പോയി ഡ്രസ് ഇട്. വീട്ടിലിങ്ങനെ അല്ലാതെ ഇങ്ങനെ ഇരിക്കാനാ? എന്താ നിന്റെ ഞാൻ സുന്ദരിയുടെ വീട്ടിൽ കാണും, കീസ് തന്നിട്ട് പോയാ മതി. ശരി ശരി.